ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല മേമ. എത്രയും വേഗം പോലീസിനെ അറിയിക്കണം. I'll go find them. റാം, നീ എങ്ങോട്ട് പോവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശ്യാം, this is too much. സിറ്റുവേഷൻ നീ ഒന്ന് മനസ്സിലാക്കി. എനിക്ക് പോയേ പറ്റൂ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സീതയെ കണ്ടാൽ തന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് വേണം. ചെയ്യ്, പോലീസിന് ഫോൺ ചെയ്യേ. ഇവിടെ സീത മാത്രമല്ല പോയത്, ഞങ്ങളുടെ മകളും അവളുടെ കൂടെയല്ലേ. അവൾ എങ്ങോട്ടാ പോയെന്ന് എനിക്കും അറിയണം. ഇതൊക്കെ എന്റെ മുമ്പിൽ നിന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്യണം. കോൾ ദം, ഡു ഇറ്റ്. മേമ, നിങ്ങളെങ്കിലും അവനൊന്ന് പറഞ്ഞു കൊടുക്ക. ശ്യാം, എന്താ ഇത്? ഈ വീട്ടിലെ അവസ്ഥ കണ്ടിട്ട് നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ? ഇപ്പോ സീതയും മകളും തിരിച്ചെത്തുക എന്നതാ പ്രധാനം. ഒരല്പം ക്ഷമ കാണിച്ചൂടെ ശ്യാം? മുത്തശ്ശ, ഇപ്പൊ ഇവിടുന്ന് സിഹിയെ കൊണ്ടുപോയ സീത അവളെ ജനിച്ചപ്പോ കൊണ്ടുപോയതല്ലെന്ന് പറയാൻ പറ്റുമോ? ഇതിനു മുമ്പ് സീത ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ ചെയ്തേ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് പോയേ പറ്റൂ. അയ്യോ മോനെ, ഒന്ന് നിക്ക്. അല്ല, ആ സീതയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എനിക്കെന്തോ ആ കള്ള റാസ്കലില്ലേ, ആ രുദ്രപ്രതാപ്, അവന്റെ മേൽ എനിക്കൊരു സംശയമുണ്ട്. എന്താ അളിയാ നിങ്ങൾ ഈ പറയുന്നത്? ആ രുദ്രപ്രതാപില്ലേ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സീതയെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ടായിരുന്നു. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സീത രാമന്റെ പെണ്ണാണ്, നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ വിടും. അതുകൊണ്ട് അവന് ഞങ്ങളോട് നല്ല ദേഷ്യമായിരുന്നു. അവൻ എന്തെങ്കിലും ചെയ്തത് അവനാ വഴി. ഇയാളിത് എന്റെ പ്ലാനൊക്കെ കോളാക്കുമല്ലോ. രുദ്രപ്രതാപത്തിൽ ഇൻവോൾവ്ഡ് ആയ കാര്യം ഇവൻ എങ്ങനെയാ അറിഞ്ഞത്? ആ രുദ്രപ്രതാപ് സീതയെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിന്റെ പേര് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് നേരത്തെ പറയേണ്ടതല്ലേ? കം ഓൺ, സ്റ്റോപ്പ്. അല്ല, എന്താ ഇത്? ആരെ ഈ രുദ്രപ്രതാപ്? അല്ല, ദയവ് ചെയ്ത് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് വെറുതെ ടെൻഷൻ ആക്കാൻ നോക്കല്ലേ. നിങ്ങളോട് കഥയൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയം എനിക്കില്ല. നീ എത്ര ശ്രമിച്ചാലും എന്നെ ഒരു ചുക്കും ചെയ്യില്ല. എന്റെ ഭാര്യ മകളും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. മുത്തശ്ശ, അവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നത് വരെ ദയവ് ചെയ്ത് വേണ്ടാത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ്. ലെറ്റ് മീ ഗോ നൗ. ഈ പാവയ്ക്ക് എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള പേരിടണമല്ലോ. എന്തിടും? മോളെ, ഇതാ അശോക്, ഇതിനൊരു പേര് സജസ്റ്റ് ചെയ്യോ? പിങ്കി എന്ന് വിളിച്ചോ. പിങ്ക് കളർ അല്ലേ? ഓ, ക്രിഞ്ച്. ഇത് സിഹിക്ക് കൊടുക്കാനാ. എന്തെങ്കിലും ഒരു ക്യൂട്ട് പേര് പറ. റാമാണല്ലോ വിളിക്കുന്നത്. പറയടാ അശോക. എടാ, നീ എവിടെയുള്ളേ? എടാ, എത്രയും വേഗം എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് അത്യാവശ്യമാണ്. എന്ത് പറ്റിയടാ? അശോക, രാവിലെ മുതൽ സീതയും സിഹയും വീട്ടിൽ കാണുന്നില്ല. ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. എങ്ങോട്ടാ പോയതെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല അശോക. എന്താടാ പറയുന്നേ? അതേടാ, അവരെ കൊണ്ടുപോയത് രുദ്രപ്രതാപാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അവൻ ഇതുവരെ നന്നായേ ഇല്ലടാ. അടികൊണ്ട് മടുത്തില്ലേ അവൻ ഇതുവരെ?
ഇന്ന് അവനെ എങ്ങാനും എന്റെ കയ്യിൽ കിട്ടി അവൻ തീർന്നടാ. എടാ രാമ കൂൾ കൂൾ കൂൾ, ഞാൻ വന്നോളാം. സീതയ്ക്കും സീക്കൊന്നും പറ്റില്ല, നീ ആദ്യം കൂളാവ്. ശരിടാ, നീ ഒരു കാര്യം ചെയ്യ്, പോലീസിനെ ഇൻഫോം ചെയ്യ്. ഞാൻ ഓൾറെഡി പുറത്തുണ്ട്, എങ്ങനെയെങ്കിലും ഞാനവിടെ ട്രാക്ക് ചെയ്തോളാം. നീ ഇപ്പൊ ഞാൻ പറഞ്ഞ ചെയ്. ഓ ശരി, നീ കൂളായിരിക്കും കേട്ടോ. മോളെ, നമ്മളിന്ന് റാമിന്റെ വീട്ടിലേക്ക് പോണം എന്ന് പറഞ്ഞിരുന്നില്ലേ? ഇനി അത് പറ്റില്ല. എന്താ? സീതയും സിഹിയും എങ്ങോട്ടാ പോയതെന്ന് ആർക്കും അറിയില്ല അത്രേ. ആ രുദ്രപ്രതാപ് എന്തോ ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. രുദ്രപ്രതാപോ? അവനെന്തോ ചെയ്തു എന്ന് പറയുമ്പോ എന്താ അവർക്ക് പറ്റിയത്? അതൊന്നും അറിയില്ല, അവൻ നല്ല ടെൻഷനിലാണ്. അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ല. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് പോലീസിനൊന്ന് വിളിക്കണം. നീ ടെൻഷൻ ആവണ്ട, ഓക്കെ? കെയർഫുൾ. ആ ഓ ഗോഡ്, സീതയുടെ പുറകിൽ ആ രുദ്രപ്രതാപ് ഇതുവരെ ഒഴിഞ്ഞിട്ടില്ലേ? സീത, സിഹി എവിടെ? ആ രുദ്രപ്രതാപ് വന്ന് സീമോളെ തട്ടിക്കൊണ്ടുപോയി. ഞാൻ അവരെ പിടിച്ചതായിരുന്നു, പക്ഷെ പിന്നെ അവർ അവളെ കൊണ്ട് എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. അവൻ സിഹി എന്തെങ്കിലും ചെയ്തതാണോ? എനിക്കറിയില്ല റാം, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. പോലീസിനെ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവൻ ഇവിടെ എങ്ങനെ ഉണ്ടോ? എനിക്ക് എന്റെ മോളെ ഇപ്പൊ വേണം, വാ. ഇതെന്താ അച്ഛ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? സീത ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അച്ഛ. സിഹി അവള് കൂടെ കൊണ്ടുപോകുന്നതിന് മുമ്പ് വീട്ടിൽ ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയില്ലേ അവൾക്ക്? ആ കുഞ്ഞാണെങ്കിൽ പുറകെ നടന്ന് അപ്പൂനെ അച്ഛ അച്ഛന്ന് വിളിക്കുന്നതല്ലേ? അതെങ്കിലും അവൾ ഓർക്കണ്ടേ അച്ഛ? അവൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവനോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയില്ലല്ലോ അവൾക്ക്? ഉത്തരവാദിത്വമില്ലായ്മയല്ലേ ഇത്? അതേ മോളെ, അവൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഉത്തരവാദിത്വമുള്ളൊരു സ്ത്രീയായിട്ടുള്ള സീത ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതായിരുന്നു. മുത്തശ്ശ, എനിക്ക് ഇങ്ങനെ വന്ന ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് അവന്റെ അടുത്ത് മര്യാദക്ക് നാളെ ഞങ്ങൾ വരുമ്പോൾ കൊച്ചിനെ ഞങ്ങളുടെ കൂടെ വിടണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ സിഹി ഇവിടെ ഇല്ല. ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാവുന്നത്? ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ സിഹിയും കൊണ്ട് സീത എങ്ങോട്ടാ പോയിന്നല്ലേ? ഇതൊക്കെ ശരിയാണോ മുത്തശ്ശ? ഞങ്ങൾക്ക് ആകെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതോ വലിയ ഡ്രാമ. ഞങ്ങൾക്ക് ഒരു ഡ്രാമയും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ മാത്രം മതി. വരട്ടെ. ജിജു, നിനക്ക് നിന്റെ മോളെ തിരിച്ചു കിട്ടി. സിഹി, അല്ല ഇവളാരാണ്? അത് പോട്ടെ, ഇവളെന്തിനാ സിഹിയും കൊണ്ടുവന്നിരിക്കുന്നത്? അറിയില്ല. ഈ രാമും സീത എങ്ങോട്ട് പോയതാ? സിഹി, സീതമ്മ നിന്റെ ശരിക്കുള്ള അമ്മയായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോകുമായിരുന്നോ? നോക്ക്, ഇപ്പോഴും അവര് കൂടെയില്ല. മോൾ ഒറ്റയ്ക്ക് എവിടെയായിരുന്നു? സാധന കുഞ്ഞു വല്ലാതെ പേടിച്ചിട്ടുണ്ട്. അവളെ കൊണ്ടുപോയി കുറച്ച് വെള്ളം കൊടുക്കുക. അനി, സിഹിമോള് വന്നിട്ടുണ്ട്.
സാരമില്ല, കുടിക്കാം. നീ എങ്ങോട്ട് പോയതാ? നീ എന്തിനാ എന്നും എന്നെ കൂട്ടാതെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്നേ? ഞാൻ എത്ര ടെൻഷൻ ആയെന്ന് അറിയോ നിനക്ക്? സോറി അനി. അല്ല, റാം നേരത്തെ സീതയെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി. എന്നിട്ട് ഇവളെങ്ങനാ സിഹിയം കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അത് അവക്കല്ലേ അറിയൂ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അല്ല മോളെ ചാന്ദിനി, നിനക്ക് സിഹി എവിടെ നിന്ന് കിട്ടിയത്? അച്ഛാ, ഇപ്പൊ അതാണ് മുഖ്യം. കുഞ്ഞ് സേഫായിട്ട് വീട്ടിലെത്തിയല്ലോ. പാവം, അവൾ എത്ര പേടിച്ചു കാണൂ എന്തോ. കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ, അത്രയും മതി. പാവം, അവള് വല്ലാതെ പേടിച്ചെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. സാധന, സിഹിമോൾക്ക് വെള്ളം കൊടുത്തിരുന്നോ നീ? അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. എന്നാലും ഈ പെണ്ണിന്റെ കയ്യില് സിഹി എങ്ങനെ വന്നെന്നാ? വല്ല മായാവം കൊണ്ട് കൊടുത്താണോ? ചേച്ചിയാണല്ലോ ഫോൺ ചെയ്യുന്നത്. ഹലോ ഹലോ മോനെ രാമ, നീ എവിടെയാ? ഞാൻ എന്റെ മോളെ അന്വേഷിച്ചോണ്ടിരിക്കുക. സീതയെ കണ്ടെത്തി, അവള് സേഫാണ്. സിഹി എവിടെയാണെന്ന് അറിയില്ല. അയ്യോ, സിഹി ഇവിടെ ഉണ്ട്, വീട്ടില്. നിങ്ങളൊന്ന് വേഗം വാ. സിഹി വീട്ടിലുണ്ടെന്നോ? ആ, നിങ്ങളൊന്ന് വേഗം വാ മോനെ, ഇല്ലെങ്കിൽ ആ ശ്യാമും ശാലിനിയും കൂടെ സിഹി എവിടുന്ന് കൊണ്ടുപോകും. ഒന്ന് വേഗം വാ. ശരി ശരി. സിഹി മോള് വീട്ടിൽ വന്നു ചേച്ചിയാ ഫോൺ ചെയ്ത് പറഞ്ഞത്. ഭാഗ്യം എന്റെ മോളെ തിരിച്ചു കിട്ടിയില്ല. അശോകനെ ഒന്ന് ഫോൺ ചെയ്ത് ഇൻഫോം ചെയ്യണം. നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം സീത. അതല്ല, എനിക്കേ അല്ല, ഈ തിരക്കിന്റെ ഒക്കെ ഇടയിലേ ആ കള്ളറാസ്കൽ രുദ്രപ്രതാപേ ഞാനാണിതെല്ലാം പറഞ്ഞതെന്ന് അറിഞ്ഞാ എന്നെ അന്വേഷിച്ച് വരില്ലായിരിക്കുമല്ലോ അല്ലേ? ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടേ ഇനി എന്നെ പിടിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതുകൊണ്ടാ പറയുന്നേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ എന്നോടും കൂടെ ഒന്ന് ചോദിക്കണമെന്ന്. അല്ലത് ശാലിനി, ഇനി നമ്മുടെ മകളെ കൊണ്ടുപോകാൻ നമുക്ക് ആരുടെയും പെർമിഷൻ ആവശ്യമില്ല. ഉത്തരവാദിത്തമുള്ള ആരും കുഞ്ഞിനെ ഇവിടെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോവില്ല. ഞങ്ങൾ കാത്തിരുന്നു, റിക്വസ്റ്റ് ചെയ്തു, നോട്ടീസ് വരെ അയച്ചു. പക്ഷെ രാമിന്റെ സീതയുടെയും ഭാഗത്ത് യാതൊരു റെസ്പോൺസും ഇല്ല. അതുകൂടാതെ ഞങ്ങളുടെ മോളെ എവിടെയോ ഉപേക്ഷിച്ചു. ഭാഗ്യത്തിന് അവളുടെ കൈ കിട്ടി. ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഞങ്ങളുടെ മകളെ കൊണ്ട് ഞാൻ പോവാണ്. വാ മോളെ. ഞങ്ങളുടെ മകളായിട്ടും നീ മറ്റൊരാൾ അമ്മയെന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് മോൾക്ക് ഞാൻ പതിയെ പറഞ്ഞുതരാം. വാ മോളെ, പോവാം. പക്ഷെ സിഹി, നീ ഞങ്ങളുടെ മോളാ. സീതമ്മ നിന്റെ അമ്മയല്ല. ഇവരുടെ കൂടെ എന്നെ പറഞ്ഞു വിടരുത് പ്ലീസ് മുത്തശ്ശ. സിഹിമോളെ, നീ സീതമ്മയുടെ കൂടെ നിന്നാ ആ ബാഡങ്ങൾ നിന്നെ വീണ്ടും തട്ടിക്കൊണ്ടുപോകും. കുട്ടികൾ എപ്പോഴും പാരന്റ്സിന്റെ കൂടെയാ നിൽക്കേണ്ടത്. അപ്പോഴേ അവര് സേഫ് ആയിട്ടിരിക്കും. മുത്തശ്ശ പ്ലീസ്, ദയവേത് ഞങ്ങളുടെ മകളെ ഞങ്ങളുടെ കൂടെ അയക്കണം. അല്ല മോനെ, അവളുടെ അച്ഛനും അമ്മയും വരാതെ എങ്ങനെയാ? മുത്തശ്ശ, അതിന് നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷനാ ഉള്ളത്? സിഹി ഞങ്ങളുടെ മകളാ. നിങ്ങൾ നോട്ടീസിന് റെസ്പോണ്ട് ചെയ്തില്ല. ഇപ്പൊ കുഞ്ഞിനെ പറഞ്ഞേക്കില്ല എന്ന് പറഞ്ഞാ അത് വലിയ പ്രശ്നമാകില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
ഞങ്ങൾ വീട് വിട്ടിറങ്ങിയപ്പോൾ താമസിക്കാൻ ഇടം തന്നവരാ. ഞങ്ങളോട് ഒരുപാട് സ്നേഹം കാണിച്ചവരാ. നിങ്ങളോട് ഇത്രയും നാൾ സ്നേഹത്തിൽ നിന്നിട്ട് ഇത് കോടതിയിലോട്ട് എത്തിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കണം. നീ ഇങ്ങനെ സംസാരിച്ച ഞാൻ എന്തുത്തരാ മോനെ തരേണ്ടത്? രാമൻ എന്നോട് പറഞ്ഞിട്ട് പോയതല്ലടാ, അവൻ വരുന്നത് വരെ ഒരു കാരണം കൊണ്ട് യാതൊരു തീരുമാനം എടുക്കരുതെന്ന്. അച്ഛാ, ലീഗലായിട്ട് നോക്കുമ്പോ സിഹിയുടെ ശരിക്കുള്ള അച്ഛനും അമ്മയും ഇവരല്ലേ? നമുക്ക് സിഹിമോളെ ഇവരുടെ കൂടെ പറഞ്ഞയച്ചല്ലേ പറ്റൂ അച്ഛാ. സിഹി നമ്മുടെ അപ്പൂന്റെ രക്തത്തിലുള്ള കുഞ്ഞല്ലല്ലോ അച്ഛാ. മാത്രമല്ല സീത ഇവളുടെ ശരിക്കുള്ള അമ്മയും അല്ല. നമ്മളിപ്പോ പറഞ്ഞയച്ചില്ലെങ്കിൽ പിന്നെ ഇവര് വെറുതെ പോലീസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ്. ഇല്ല, ഞാൻ എങ്ങോട്ടും പോവില്ല. മോം, സിഹി എങ്ങോട്ടും പറഞ്ഞയക്കേണ്ട. എന്തു പറഞ്ഞാലും രാമൻ വരുന്നത് വരെ ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അവർ രണ്ടുപേരും വന്നിട്ട് വാ മോനെ. ഞങ്ങളിപ്പോ ഞങ്ങളുടെ മകളെ കൊണ്ടുപോവാ. അവര് വേണമെങ്കിൽ പിന്നീട് വന്ന് കാണട്ടെ. ഞങ്ങൾ നാടുവിടാനൊന്നും പോകണില്ല. ഞങ്ങളുടെ മകളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിൽ നിന്ന് ഞങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല. സിഹി വരൂ. അല്ല സിഹി മോളെ, വാശി പിടിക്കണ്ട. സിഹി ഇങ്ങോട്ട് വാ. വാ മോളെ, പോവാ. വാ മോനെ ദാ, വാ മോളെ, വാ നമുക്ക് പോവാം. വാ നമ്മുടെ വീട്ടിലോട്ട് പോവാ. എന്നെ ആരും തടയരുത്. ഇങ്ങോട്ട് വാ മോളെ, പ്ലീസ് പറയണ കേക്ക് മോളെ. വാ ശ്യാം, ഞാൻ മോളെ, പറയുന്നൊന്നും നീ come on. വാ പറയണ കേക്ക്. വാ വാ മോളെ, മിണ്ടായിരിക്കും. വാ. വാശി പിടിക്കില്ല സിഹി, ഒരു കുഴപ്പമില്ല. വാ നമ്മുടെ വീട്ടിലോട്ടല്ലേ. വാ പോവാ. വാ ശാലു. രാമൻ വരുന്നതിന് മുൻപ് അവളെ ബലം പ്രയോഗിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു മോളെ. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കുന്നില്ല അച്ഛാ. മനസ്സ് തീറിപ്പോകുക. നമ്മുടെ പേരൊക്കെ വിളിച്ചു കരഞ്ഞിട്ടും നമുക്ക് ആ കുഞ്ഞിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയില്ല അച്ഛാ. പക്ഷെ നമുക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും അച്ഛാ? എല്ലാം നമ്മുടെ കൈവിട്ട് പോയില്ല അച്ഛാ. എല്ലാം നമ്മുടെ വിധിയാണ് അച്ഛാ. സിഹി അവളുടെ അച്ഛനും അമ്മയും കൊണ്ടുപോയി എന്ന് പറഞ്ഞ എന്താ സാർ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുരി, എന്താ കാര്യമെന്ന് തുറന്നു പറയേ. ഞങ്ങൾക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അശോക്. ഇതുവരെ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ആയിരം കള്ളം പറഞ്ഞൊരു കല്യാണം നടത്തണമെന്നാ. പക്ഷേ നമ്മുടെ സീത ഒരു വലിയ സത്യം മറച്ചു വെച്ചായി കല്യാണം കഴിച്ചത്. അത് കാരണം ഉണ്ടായ പ്രശ്നങ്ങളായത്. സിഹി, 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 സിഹി. അപ്പോ സീത
നിങ്ങൾ എവിടെ പോയതായിരുന്നു? എന്താ പറ്റിയേ? അമ്മേ, സിഹി എവിടെയാ ഉള്ളേന്ന് ആദ്യം പറ. അവള് വീട്ടിൽ തന്നെ ഇല്ലേ മേമ? എന്താ ആരും ഒന്നും പറയാത്തത്? സിഹി വീട്ടിൽ വന്നു, നളിയൻ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. സത്യമല്ലേ? സത്യ, സിഹി വീട്ടിലേക്ക് വന്നിരുന്നുവെന്നോ? റാം, സിഹി ഇപ്പൊ ഇവിടെ ഇല്ല. അവളെ അവളുടെ അച്ഛനും അമ്മയും കൊണ്ടുപോയിന്ന സാറ് പറയുന്നത്. എന്താ ഇവിടെ സംഭവിക്കുന്നേ? എടാ പറടാ, എന്താ പ്രശ്നം? എന്താ മുത്തശ്ശ ഇതൊക്കെ? ഇവരെന്താ ഈ പറയുന്നേ? അപ്പോ സിഹിമോളെ നിങ്ങള് ശ്യാമിന്റെ ശൈലനും കൂടെ പറഞ്ഞു വെച്ചോ?